ആദ്യം പ്രധാന വാർത്തകൾ. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫിയെ കണ്ണൂരിലെത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പ് നടത്തിയത് തീയിട്ട ബോഗിയിലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കോഴിക്കോടെത്തി. എത്തിയത് 3 സംസ്ഥാനങ്ങളിലെ അന്വേഷണ സംഘം. അന്വേഷിക്കാൻ താൽപര്യമറിയിച്ച് NIA-യുടെ കത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്. രാജ്യത്ത് കോവിഡ് കേസുകൾ അടുത്ത 10 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ കൂടുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പിന്നാലെ രോഗവ്യാപനത്തിന് ശമനമുണ്ടാകും. രോഗനിരക്ക് വർദ്ധിക്കുന്നതിൽ ആശങ്കപ്പെടേണ്ടതും ആരോഗ്യ മന്ത്രാലയം 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 7830 പുതിയ കേസുകൾ. ദുരിതാശ്വാസ നിധി വകമാറ്റൽ കേസ് ഫുൾ ബെഞ്ച് ജൂൺ 5-ന് പരിഗണിക്കും. കൂടുതൽ സമയം ആവശ്യപ്പെട്ട ഹർജിക്കാരന് ലോകായുക്തയുടെ പരിഹാസം. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് RS ശശികുമാർ. ലോകായുക്തയ്ക്കെതിരെ VD സതീശനും K സുധാകരനും. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. അരിക്കൊമ്പനെ കൂട്ടിലടയ്ക്കാനാകില്ലെന്ന് ആവർത്തിച്ച് കോടതി. ആനയെ മാറ്റുന്നതിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശം. നെന്മാറ MLA-യുടെ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി തള്ളി. ആന വളർത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ഫലപ്രദമായ വഴിയെന്ന് വനം മന്ത്രി. ബട്ടിൻഡ സൈനിക ക്യാമ്പ് വെടിവെപ്പിൽ 2 പേർക്കെതിരെ കേസെടുത്ത് പഞ്ചാബ് പോലീസ്. വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് 4 സൈനികർ. ഭീകരാക്രമണ സാധ്യതയില്ലെന്ന് നിഗമനം. BJP-യെ ഒറ്റക്കെട്ടായി നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ. രാഹുലും നിതീഷും തേജസ്വി യാദവും കൂടിക്കാഴ്ച നടത്തി. കർണാടകയിൽ മുൻ ഉപമുഖ്യമന്ത്രി BJP വിട്ട് കോൺഗ്രസിലേക്ക്. BJP-യെ പിന്തുണച്ച് ഓർത്തഡോക്സ് സഭ രംഗത്ത്. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. ശ്രീനിധി ഡെക്കാന്റെ ജയം എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. തോൽവിയോടെ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ്.